നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇൻഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് അഡോബി ഇൻഡിസൈനിൽ ഒരു ഇമേജ് കാറ്റലോഗ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ഇമേജ് കാറ്റലോഗ്. ഇതിൻ്റെ പ്രയോജനങ്ങൾ പലതാണ്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഇമേജസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ അതിൽ ധാരാളം ഇമേജസ് ഉണ്ടാകാം. അതിൽ നിന്നും നമുക്ക് വളരെ കുറച്ച് ഇമേജസ് സെലക്ട് ചെയ്യേണ്ടതായി വരാം. ഒരു തംബ്നെയിൽ പ്രിൻ്റ് എടുത്തു വെക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ അതിൽ നിന്നൊരു തംബ്നെയിൽ ഇമേജസ് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കേണ്ടതായി വന്നേക്കാം. അപ്പോൾ ഫയൽ സൈസ് വളരെ കുറഞ്ഞതായിരിക്കണം. അങ്ങനെ പല പല ലക്ഷ്യങ്ങൾ ആണ് അതുകൊണ്ടുള്ളത്. ഇങ്ങനെ ഒരു കാറ്റലോഗ് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. ഇതിന് ഉപയോഗിക്കുന്നത് ഒരു സ്ക്രിപ്റ്റാണ്. ഈ ഡിസൈനിൽ സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെയേറെ സമയം ലാഭിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. വളരെ എളുപ്പത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. പല ഉപയോഗങ്ങൾക്കായി പലതരം സ്ക്രിപ്റ്റുകൾ ഇൻഡിസൈനിൽ ഉപയോഗിക്കാറുണ്ട്. ആദ്യമായി സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്ക്രിപ്റ്റുകൾ പലപ്പോഴും ഇൻഡിസൈനിൻ്റെ കൂടെ ബണ്ടിലായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഫ്രീ ആയിട്ടുണ്ട്, അല്ലാതെയുമുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഫിറ്റിങ്ങിനെ കുറിച്ചുള്ള 2-3 സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഇതാ JXBIN എന്നാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. സാധാരണ ഇതിൽ JSX എന്നാണ് വരാറുള്ളത്. എനിവേ നമുക്ക് നോക്കാം. JSX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ സ്ക്രിപ്റ്റാണ്. നമുക്കിതിനെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാനിതിനെ കോപ്പി ചെയ്യുന്നു. ഇതാ കോപ്പി, C ഡ്രൈവിൽ പോകുന്നു, പ്രോഗ്രാം ഫയൽസിൽ പോകുന്നു, അഡോബി എടുക്കുന്നു. അതിനുശേഷം ഇൻഡിസൈൻ CC27 ആണ്. 2015 ഉണ്ട്, 2017 ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതെടുക്കുന്നു. അതിൽ സ്ക്രിപ്റ്റ്സ് ഫോൾഡർ ഉണ്ട്. ഇതാ അതിൽ സ്ക്രിപ്റ്റ്സ് പാനലുണ്ട്. ഓൾറെഡി ഞാനത് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. അതിൽ സാമ്പിൾസ് പോകാം. ഇതാ ജാവ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതിലാണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാനിത് ഓൾറെഡി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഇത് ഞാൻ മുൻപ് ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് കാറ്റലോഗാണ്. 2 പേജുകളാണ് ഇതിലുള്ളത്. ഏതാണ്ട് 36 അല്ലെങ്കിൽ 40 ഇമേജസ് ആണ് ഇതിലുള്ളത്. ഇതാ എല്ലാത്തിനും അതതിൻ്റെ പേരുകളാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാം. എല്ലാ ഇമേജസിനും അതിൻ്റെ പേരുകളുണ്ട്. ഇവിടെ അത് നമ്പർ ഓർഡറിലൊന്നും ആയിരിക്കണമെന്നില്ല വരുന്നത്. അത് റാൻഡം ഓർഡറിലാണ് വരുന്നത്. ഇതാ 1, 10, 11. അതുകൂടാതെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഞാനിവിടെ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ എഡിറ്റിംഗ്. നമ്മൾ ടെക്സ്റ്റ് എല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ മാഗസിനോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ലേഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ടെക്സ്റ്റുകൾ നമുക്ക് ഫിറ്റ് ഇൻ ഓപ്ഷൻസ് പലപ്പോഴും പ്രയോജനപ്രദമായി വരും. ഹെഡ്ലൈനുകളെയോ അല്ലെങ്കിൽ ബോഡി ടെക്സ്റ്റുകളെയോ ടെക്സ്റ്റ് ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതായി പലപ്പോഴും വരാറുണ്ട്. ഇതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഇതാ ഇവിടെ ഈ പാനൽസ് നമ്മൾ റൈറ്റ് സൈഡിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഇതാ യൂട്ടിലിറ്റീസ്, സ്ക്രിപ്റ്റ്സ് എടുക്കാം. ഇത് തന്നെയാണ് ഇവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ്സ്. ഇതാ അതിൽ ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിനെ സെലക്ട് ചെയ്യുകയാണ്. ഇതാ അതിനുശേഷം സ്ക്രിപ്റ്റ് എടുക്കുന്നു. എനിക്ക് ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആ ഹെഡ്ലൈനിനെ ഫിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനെനിക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. പോയിന്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഇവിടെ ഇതാ ഇപ്പോൾ 107 പോയിൻ്റാണുള്ളത്. അതിനെ വലുതാക്കി ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യാൻ എനിക്ക്. പക്ഷേ അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇതാ ഫിറ്റ് ടെക്സ്റ്റ് ടു ഫ്രെയിം, ആ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ എത്ര എളുപ്പത്തിൽ ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് അത് ഫിറ്റ് ഇൻ ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പ്രിവ്യൂ ഒന്ന് നോക്കാവുന്നതാണ്. ഇതാ വളരെ എളുപ്പത്തിൽ ഈ ബ്ലൂ ലൈൻ കാണുന്നത് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തരാം. അതിനും ഞാനിവിടെ അൺഡു ചെയ്യുകയാണ്. അതിനും നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതാ ഫിറ്റ് ടെക്സ്റ്റ് പ്രിഫറൻസസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഫിറ്റ് ടു ബേസ് ലൈൻ ഉണ്ട്, ഡിസെൻഡർ ഉണ്ട്, ഫോഴ്സ് ഫിറ്റ് ടു ഡിസെൻഡർ ഉണ്ട്. ഞാനിവിടെ ഫോഴ്സ് ഫിറ്റ് ടു ബേസ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ താഴെയുള്ള ഈ ലൈനിലേക്ക് അതിൻ്റെ ഹൈറ്റിനെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ആ ഓപ്ഷൻ. ഞാൻ ഒന്നുകൂടി അത് എടുക്കുന്നു. ഫിറ്റ് ടെക്സ്റ്റ് ടു ഫ്രെയിം അത് കൊടുക്കുന്നു. ഫിറ്റ് ടെക്സ്റ്റ് ടു ഫ്രെയിം ഇതാ
ഇപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് അത് ഫിറ്റ് ഇൻ ആയിരിക്കുകയാണ്. ഇനി മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഒരു ബോഡി കോപ്പിയാണത്. ഞാൻ ഒന്നുകൂടി വലുതാക്കി നോക്കാം. ഇതെനിക്ക് ഇവിടെ ഈ കാണുന്ന ബോക്സിലേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് പല രീതിയിലും ഫിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോയിന്റ് സൈസിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം ഇത് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം സ്ക്രിപ്റ്റ് എടുക്കുന്നു. ഇതാ, അതിന് മറ്റൊരു സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുന്നത്, ഫിൽ ടെക്സ്റ്റ് ടു ഫ്രെയിം. ഇതാ, ഫിൽ ടെക്സ്റ്റ് ഫ്രെയിം, അതാണത്. ഇതാ, വളരെ എളുപ്പത്തിൽ ആ ബോക്സിലേക്ക് ആ ടെക്സ്റ്റ് ഫിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ടെക്സ്റ്റുകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇമേജ് കാറ്റലോഗിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഞാനിതിപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്. ഇതും ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ പുതിയൊരു ഫയൽ എടുക്കുകയാണ്. പുതിയ ഫയൽ എടുത്തു, വീണ്ടും ആ സ്ക്രിപ്റ്റ് എടുക്കുന്നു. അതിൽ ഇമേജ് കാറ്റലോഗ് സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതാ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ചൂസ് ഫോൾഡർ വരുന്നു. എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് എന്ന ഫോൾഡർ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതാ, ഇത്തരം ഓപ്ഷൻസ് എനിക്ക് വരികയാണ്. ഇമേജ് കാറ്റലോഗിൻ്റെ ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നു. അതിലാദ്യമുള്ളത് ഇൻഫർമേഷനാണ്, സോഴ്സ് ഫോൾഡർ. ഓക്കെ, ഡെസ്ക്ടോപ്പ് ഫോട്ടോസ് അതിവിടെ കാണിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഇമേജസ് കാണിക്കുന്നുണ്ട്, 35 ആണ് അതിൽ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് ആണ്. എനിക്ക് നമ്പർ ഓഫ് റോസ് എത്ര വേണം അത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെ എത്ര റോയിൽ നമുക്ക് ഇമേജസിനെ കൊള്ളിക്കണം, അല്ലെങ്കിൽ എത്ര റോയിൽ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഒരു പേജിൽ ഒരു 6 റോസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മളുടെ ഇമേജസിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്, എത്ര വേണമെങ്കിലും ആക്കാവുന്നതാണ്. നമ്പർ ഓഫ് കോളംസ്, എത്ര കോളത്തിൽ വരണം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ ബൈ ഡിഫോൾട്ട് 3 ആണ് കിടക്കുന്നത്. ഓക്കെ, അത് തന്നെ കിടക്കട്ടെ, അത് മതി. ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ട് വിടുന്നു. ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് 12 ആണ്, വെർട്ടിക്കൽ ഓഫ്സെറ്റ് 12 പോയിൻ്റ് ആണ്. അതായത് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റും വെർട്ടിക്കൽ ഓഫ്സെറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇമേജസ് തമ്മിലുള്ള അകലം ആണ്. വെർട്ടിക്കലി ഇത്ര അകലം 24 പോയിൻ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് മില്ലിമീറ്റർ ആക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് മില്ലിമീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, അത് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ ഓഫ്സെറ്റ് 24 പോയിൻ്റ് ആണ് കിടക്കുന്നത്, എനിക്ക് അത് തന്നെ മതി. ഇനി ഫിറ്റിംഗ് ഓപ്ഷൻസ്, പ്രൊപ്പോർഷണൽ, സെൻറ്റർ കണ്ടന്റ്, ഫ്രെയിം ടു കണ്ടന്റ്. ഓക്കെ, അതെല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. റിമൂവ് എംപ്റ്റി ഫ്രെയിംസും അതും കുഴപ്പമില്ല. അടുത്തത് ലേബൽസ് ആണ്. ലേബൽസിൽ ഫയൽ നെയിം എനിക്ക് ആവശ്യമാണ്. ഫയൽ പാത്ത് എനിക്ക് വേണ്ട, മറ്റുള്ള ഓപ്ഷൻസ് ഒന്നും വേണ്ട. എനിക്ക് ഫയൽ നെയിമാണ് ആവശ്യം. കാരണം ആ ഇമേജസിനുള്ള ചിലപ്പോൾ നമ്പറുകളായിരിക്കാം ഇമേജസിന് വരിക, അതല്ലെങ്കിൽ പേരുകളായിരിക്കാം. ഞാൻ ഫയൽ നെയിം തന്നെ കൊടുക്കുന്നു. നമ്പറുകളാണെങ്കിലും അത് ഫയലിൻ്റെ പേര് തന്നെ ആയതുകൊണ്ട് അതായിരിക്കും വരിക. ലേബൽ ഹൈറ്റ് 24 പോയിൻ്റ്. ഓക്കെ, അതും കുഴപ്പമില്ല. ഇനി ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോഴിതാ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു അലേർട്ട് മെസ്സേജ് ഉണ്ട്, ഡൺ. ഇനി ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇതാ, ആ 35 ഇമേജസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കാറ്റലോഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ പേജസിൻ്റെ തംബ്നെയിൽ എടുക്കുകയാണ്. ഇതാ, ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്. നമുക്ക് പ്രിവ്യൂ ഒന്ന് നോക്കാം. W പ്രസ് ചെയ്യുന്നു. ഇതാ, ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്. ടോട്ടൽ 35 ഇമേജസ് ആണുള്ളത്. ഈ ഇമേജസ് എല്ലാം ഇതിൽ കാണുന്ന സൈസ് ആയിക്കൊള്ളണമെന്നില്ല. ഇതിൻ്റെ ഒറിജിനൽ സൈസ് നമ്മളുടെ ഫോൾഡറിൽ ഉള്ള സൈസാണ്. ഇതൊരു കാറ്റലോഗ് തയ്യാറാക്കിയിരിക്കുകയാണ്, ഒരു തംബ്നെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം, ഇവിടെ നിന്ന് PDF ആക്കാം, JPEG ആക്കാം. നമുക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്പർ വെച്ച് സെലക്ട് ചെയ്യുന്നതിന് ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇമേജസ് കണ്ടുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇതിന് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഈ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇതുപോലെ 100, 500, 600, 1000 ഉള്ള ഇമേജസ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കാറ്റലോഗ് ആക്കി മാറ്റാവുന്നതാണ്. ഇൻഡിസൈൻ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ എന്നിവയുടെ മലയാളത്തിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽ കാണുന്നതിനായി ഈ ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.